അയ്യോ ഇതൊരു ചൂടപ്പോ. സിദ്ധു പിന്നെ ഇടയ്ക്കിടയ്ക്ക് നീ അങ്ങോട്ട് വീട്ടിലോട്ട് പറഞ്ഞടേ. ആരുമില്ല, പാവപ്പെട്ടവനാണ്, ഒറ്റയ്ക്കാണ്, അറിയാല്ല തന്നെ. അളിയാൻ പാവപ്പെട്ടവനെ കണ്ടിട്ടില്ലെങ്കിൽ ദോ കണ്ടോ, വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ, ഗൾഫിൽ പോകുമ്പോ അവരെയൊക്കെ കാണിക്കാം. അല്ല പിന്നെ വലിയ പാവപ്പെട്ടവൻ വന്നേക്കണ്. പൊന്നളിയാ, അളിയൻ അറിയാത്തോണ്ടാണ്. മാസേ സിംഗപ്പൂരിൽ നിന്ന് വരും ഡോളർ. ആ ഡോളർ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ മണി ആക്കിയിട്ട് കട്ടിന്റെ അടി ഒളിപ്പിച്ചു വെക്കും, മെത്തനടിയില്. നീ വീട്ടിൽ വന്ന് മെത്ത നോക്കി നോക്കിയാടാ എപ്പോഴെങ്കിലും. അവിടെ ഒന്നുമില്ല, നീ പൊക്കി നോക്കിയാ ചോദിച്ചത്. പിന്നെ സിദ്ധു ഉള്ളത് പറയല്ലേ, പറഞ്ഞാൽ ദാരിദ്ര്യം പറയെന്ന് വിചാരിക്കും. ഉച്ചയ്ക്ക് ഉണ്ടതേ മുളകും പുളിയും കൂടെ വെച്ച് പിടുങ്ങി എല്ലാം കൂടെ എടുത്ത് വെച്ചാണ് കഴിച്ചത്. സത്യം പറഞ്ഞാൽ ദാരിദ്ര്യം മക്കളെ. ആരാടാ പ്രാവച്ചമ്പലം പാസിയാന്നോ? മാമിയല്ലേ? മാമിയായി എന്റെ പൊന്നെ മാമി. മാമി കിടക്കണം. എന്തോ കിടക്കണത് ഇവിടെ? എന്താ കിടക്കണത്? പയറ് പോലെ ഓടി നടന്നതല്ലേ മാമിയായി? ഇവിടെ മാമി കിടപ്പില്ല വിവരം നീ എന്താ പറയാത്തത്? കേശു, നീ എന്നെ അങ്ങനെ കിടത്താൻ നോക്കല്ലേ. നീ അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. അതൊക്കെ ഇറങ്ങി. അയ്യോ ഞാൻ അങ്ങോട്ട് വരാം, നീ സമാധാനത്തോടെ. ഇങ്ങനെ ഓടി നടന്നവര് അതൊക്കെ വരും മാമി, അതൊക്കെ വരും. ഇതെന്താണ്? നീ ഒന്നും അടങ്ങിയതില്ലടാ. ഡേ സിദ്ധു, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് വിചാരിക്കുകയാണ്. നീ അങ്ങ് വീട്ടിലൊന്നും പോകില്ലടേ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത്? ഉള്ള ഒരു കാര്യം ഞാൻ പറയാം, തമാശയ്ക്ക് പറഞ്ഞാണ്. എടേ ഭാര്യാഗൃഹ പരമസുഖം, 10 ദിവസം കഴിഞ്ഞാൽ പട്ടിക്ക് തുല്യം. ഇതൊക്കെ അറിയാവുന്ന അങ്കളാണ്. സ്വന്തം ഭാര്യ വീട്ടിൽ പോയി പെറ്റ് കിടക്കണം അല്ലേ? എടാ പോടാ, എന്നെ അവിടെ എല്ലാവർക്കും വലിയ കാര്യമാണ്. ഭയങ്കര വലിയ കാര്യമാണ്. ഇടയ്ക്ക് നമ്മുടെ പുഷ്പലത ആന്റിയുടെ അമ്മ പറഞ്ഞേ, ഇനി മേല നീ ഇങ്ങോട്ട് കയറി പോലോ. പോടാ, അമ്മായി തമാശ പറയണത്. അവര് ഞാൻ പറഞ്ഞാ ചാവും. മാമി എന്തായാലും വല്ലാണ്ട് ക്ഷീണിച്ചു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഓ, ഇവിടെ പിള്ളേരും ഒക്കെ ആയിട്ട് കളിയും ചിരിയും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടെങ്കിലുവേ പടവലത്തെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ വിഷമമാണ്. അവിടെയൊക്കെ കാടും പടലവും പിടിച്ച് ഇരുട്ടുകാരും കിടക്കായിരിക്കും. ഒരു കാലഘട്ടത്തിൽ എന്ത് സന്തോഷമായിട്ട് ജീവിച്ച കുടുംബമാണ് ദൈവമേ. ആ മാമി, അവിടെ ചോർച്ചയുണ്ട്. മിക്കവാറും വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് തവിട് പൊടിയാവും. കേശു മക്കളെ, ഇടയ്ക്ക് നിങ്ങളാരും കൂടെ അങ്ങോട്ട് പോണേടാ. പോയിരിക്കല്ലേ. എത്ര തലമുറ ജീവിച്ച് നശിച്ച വീടാണെന്നറിയാമോ? അല്ല, എത്ര പേര് ജീവിച്ചതാണ് ഇവിടെ. ചെവി കേൾക്കൂലായിരിക്കും അല്ലേ? അയ്യോ ലച്ചു, ഇതാര്? കുഴിപ്പള്ളത്തെ രാജ്ഞി. മക്കൾക്ക് നമ്മളെ കണ്ട അറിയാമോ? മക്കളെ പാവങ്ങളാണ്, കണ്ടറിയാമോ? അപ്പൊ മനഃപൂർവ്വമാണ് എന്നെ മൈൻഡ് ചെയ്യാതിരുന്നത്. നീ എന്താ ചെയ്യുന്ന? ഭർത്താവ് പെട്ടിയിൽ പൈസ കൊണ്ടെങ്കിൽ വന്നപ്പോഴത്തേക്ക് നമ്മളെയൊക്കെ മറന്ന്, നമ്മളെ കണ്ടാൽ കണ്ണിന് പിടിക്കുന്നില്ല അല്ലേ ലച്ചു? ലച്ചു, ഒരു കാര്യം നീ ഓർമ്മിച്ചോണം. നിന്റെ കല്യാണത്തിനെ ഓടി നടന്നത് എന്റെ കണ്ണുമുമ്പിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. മരണ ഓട്ടമായിരുന്നു ഞാനൊക്കെ, അറിയാമോ? പുഷ്പലത കൂപ്പിടുറാங்களா? കൂപ്പിടാറ്. കൂപ്പിട്ടിട്ട് അപ്പായിട്ട് തെറി വിളിച്ചോണ്ടിരിക്കും. അതുപോലല്ലേ ബാസ്യങ്ങൾ പെരുമാറുന്നത്. ഇതാരത്? പാറുവാ? ഞാൻ വിചാരിച്ചു വേറെ ഏതാ വലിയ സ്ത്രീ. അങ്ങോട്ട് താന്നില്ല അവിടെ. എന്തോ അങ്കിളെ, വന്ന് കയറിയ ശേഷം മൊത്തം നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അതല്ലേ ഞാനും ആലോചിക്കുന്നു. ഇവിടെ കയറി ഭയങ്കര നെഗറ്റീവ് കേട്ടാ. അതങ്ങനാ മോനെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചൊറിഞ്ഞിട്ടേ അങ്ങ് പോവും. അതൊരു ശീലമായി പോയി. തമാശക്ക്. പിന്നെ മാമി, ഞാൻ വേറെ കാര്യം പറയാം. മാമി വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചോ എട്ടരാശേ? ഓ, ഇനിയിപ്പൊ എന്തോ എന്റെ ഉയരങ്ങ് എടുത്താ മതിയായിരുന്നു. അമ്മൂമ്മ ആരൊക്കെ ഉണ്ടായാലും ആരും ഇല്ലാത്തതുപോലെ ഒരൊറ്റപ്പെടല്. ഞാൻ ഒരു കാര്യം പറയാം. മാമനൊരു ശല്യമായിരുന്നെങ്കിലും മാമിയെ കൈവെള്ള കൊണ്ട് നടക്കുമ്പോഴാണ് നടന്നത്. വലിയ മനുഷ്യനായിരുന്നു മാമൻ. അദ്ദേഹം ഉണ്ടായിരുന്നപ്പം ജീവിതത്തിൽ ഒരു ദുഃഖവും എനിക്ക് അറിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഒരു കാര്യം പറയാം. മാമിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യണുണ്ട്. അങ്ങനത്തെ ഇതൊന്നുമില്ല. അമ്മൂമ്മയുടെ ഇന്നത്തെ മൂഡ് ശരിയല്ല, അതുകൊണ്ടാ. എന്റെ മൂഡിന് എന്തോ കുഴപ്പം? നീ നിന്റെ ജോലി നോക്കി ഇരുന്നേ. ഞാനൊന്ന് കിടക്കട്ടെ, എനിക്കൊരു വല്ലാത്ത ക്ഷീണം. പടവലത്ത് നിറഞ്ഞിരുന്ന സ്ത്രീയാണ്. പാറവിടെ വന്നത് ചുരുണ്ട് പണി കിടക്കണ. കേശവേ, ശ്രദ്ധിക്കണടാ. എന്നെ വിളിക്കുന്നേ. പിന്നെ എല്ലാരും ഒന്ന് വിളിച്ചറിയിച്ചേ. എടാ ചുമ്മാ വിളിച്ച് പറയാം മാമിക്ക് വയ്യൊന്ന്. പോണോ? ഓ അമ്മൂമ്മ, ശരിക്കും അമ്മൂമ്മക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്കെന്താ പ്രശ്നം? എനിക്കൊരു
പ്രശ്നമില്ല. ഇപ്പൊ ശരി. അടുത്ത് കിടക്കാനും സമ്മതിക്കത്തില്ല,